രമ്യ എന്നെ കുറച്ച് എന്താ പറയുക പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചതാ. രമ്യയുടെ ഇതുണ്ടോ ഈ ഫ്രീ ആകുമ്പോൾ വരാനാ പറഞ്ഞേ. ഇത് എന്താ പറയുക ഈ വഴിയുടെ സൈഡിലുള്ള ഈ കാടൊക്കെ ഒന്ന് വെട്ടിത്തരുമോ എന്ന് ചോദിച്ചിട്ട് വിളിച്ചതാ. എനിക്കാണ് മര്യാദയ്ക്ക് കത്തിക്കൊണ്ട് വെട്ടാന്ന് പറയുന്നില്ല. അതെ ഉണ്ടോ ഡെയിലി ഇത്രയും ചവറ് വീഴൂ അല്ലേ? ഉണ്ടോ രമ്യയുടെ കുറെ ചെടികളൊക്കെയാ. ഈ സൈഡൊക്കെ അവൾ അടിച്ചു തോന്നുന്നു. ഈ സൈഡിലോട്ട് പിന്നെ അങ്ങനെ ചവറുണ്ടാവില്ലേ? ഇങ്ങോട്ട് അങ്ങനെ ചവറുണ്ടാവില്ലേ? രമ്യയുടെ ചെടികളാ. പുള്ളിയുടെ ഇല വീടുള്ളൂ. ഞാൻ രമ്യയോട് പറഞ്ഞു ഈ ചെടിയൊക്കെ വെട്ടിപ്പറിച്ച് ഊറകളെ. ഇത്ര ചവറുണ്ടായിരുന്നോ? എന്റെ ഒറ്റ ദിവസം ചവർ ഇത്രയോ? ആ മാവിന്റെ വീഴുന്നായിരിക്കും അല്ലേ? നീ ഇതൊന്ന് വെട്ടിത്തരോ? അത് കഴിഞ്ഞിട്ട് ആ വെട്ടി ചെയ്ത ചപ്പും ഇതും കൂടെ അടിച്ചിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് കത്തിക്കാം. കത്തിക്കുന്നുണ്ടേ നീ? കത്തിച്ചാലും നിറച്ചവിടെ ചവറ് കൂട്ടി കിടക്കുന്നുണ്ട്. ആണോ? ആ വഴിയില് കാണാൻ പറ്റില്ല. ഞാൻ വാക്കത്തെടുത്ത് തരാം, വെട്ടിത്തരോ? വെട്ടി അങ്ങടെ ഇട്, അതിൻ്റെ അപ്പുറത്തോട്ടിട്. പിന്നെ ഞാൻ അത്രയും ചവറ് വാരിക്കളയണ്ടല്ലാന്ന് വെച്ചിട്ടാണ്. അതാണ് അവിടെ ചൂലിട്ടേക്കണത്. അവിടെ അത് വെട്ടിക്കളയുമ്പോൾ നല്ല ക്ലീനാവും. കാച്ചിക്കണം. നമുക്ക് വെട്ടിക്കളാം. മുല്ലയാണ് മുല്ല. അവനതിൻ്റെ മുട്ട അടിപ്പിക്കും. അതിന് സ്മെല്ലുള്ളൊരു പൂവുണ്ടാവും, നല്ല വാസനയുള്ളൊരു പൂവ്, പല ചുമപ്പും വെള്ളയൊക്കെ ആയിട്ട്. കണ്ടിട്ടില്ലേ ആ പടന്ന് കിടക്കണ ആ സാമാനത്തിന്? വന്ന് അതിനുണ്ട് അങ്ങനത്തെ ഒരു ഇത്. മുള്ളു പോലെ ഉണ്ട് അതിന്. അതിന് മുള്ളുണ്ട് അതിൻ്റെ തണ്ടിന്. മൂത്ത തണ്ട് പിടിച്ചു നോക്കി, മുള്ളുണ്ട് അതിന്. വാഴക്കണ്ണ് മുളച്ചേക്കണ നോക്കിയാൽ വാലോടത്തൊക്കെ വന്ന് മുളച്ചേക്കണുണ്ട്. അങ്ങനെ നല്ലതാണോ? ഇല്ലെങ്കിൽ വെട്ടിക്കളയി. കൂമ്പട ചോലത്തത് കൊള്ളില്ല. മുല്ലാണ് ഒക്കെ വെട്ടിക്കളയുമ്പോൾ ചവർത്തിയിട്ട് കളയാം. അല്ലെങ്കിൽ അത് മൊത്തം ഈ പട്ടി വഴി കൂടി പോണത് അങ്ങോട്ട് ഇങ്ങോട്ട് തിരഞ്ഞിട്ട് മൊത്തം ആ വഴി മുഴുവനാക്കുമ്പോൾ എനിക്ക് പിന്നെയും പണിയാണ്. ഉണ്ട്. മതി അവിടെ വരെ വെട്ടിയാണ്. അവിടെയൊക്കെ വെട്ടി ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഞാൻ ഒന്ന് അടിച്ചു വാരിയാൽ മതി. കല്ലിക്കൂടെ അടിച്ചിറക്കാം അല്ലേ? കത്തിക്കാൻ വേണേ നീ? കുറേ ചവറുണ്ടല്ലോ അവിടെ. ആണോ? ഞാൻ കത്തിച്ച് കളഞ്ഞാലോ? ഈ ഉച്ചയ്ക്ക് കത്തിച്ചാൽ കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പമല്ലേ? അതെ. പൊടിയുണ്ടോ? എന്ത് ചവറാടി? മഹാന്റെ മാവിൻ്റെ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. വേഗം കത്തും, കാരണം വെയിലല്ലേ, വേഗം കത്തും.
എന്തുവാടി ഇത്? എന്തത്? ഞെട്ടിപ്പോയി. അതെന്തത്? എനിക്കറിയില്ല. ഞാൻ പേടിച്ചു. ഞാനുള്ളിൽ വല്ലതും ഉണ്ടാവും. അടിച്ചാലും ചില എനിക്ക് പേടില്ല. നീയല്ല അടിച്ചവര് കൂട്ടി വെച്ചേ? എനിക്കറിയില്ല. ഞാൻ അവിടെ നിന്നൊക്കെ അടിച്ചിങ്ങോട്ട് കൂട്ടി. എന്താ? അവിടെ നിന്നൊക്കെ അടിച്ചു വരിട്ട് ഇങ്ങോട്ട് കൂട്ടിയായിരുന്നു. അത് വല്ലോ സാധനം കിടന്നായിരിക്കും. ക്രിസ്മസിന്റെ വല്ലോ പടക്കങ്ങളോ? ആ പിള്ളേരെല്ലാം കൂടെ വാരി അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഞാനും കിടക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ആ ക്രിസ്മസ് കഴിഞ്ഞ പിന്നെ കത്തിച്ചിട്ടൊന്നുമില്ലല്ലോ. ക്രിസ്മസിന് വേറെ കഴിഞ്ഞാൽ പിന്നെ ഒന്നും അതിന്റെ വല്ല പടക്കം കിടന്നായിരിക്കും. ഞാൻ പേടിച്ചു ഇട്ടപ്പെട്ടത്. ഈ എന്തുവാടി ഇത്? എന്നാ ഒച്ചയായിരുന്നു. അതുപോലെ കുപ്പിയും പൊട്ടി തെറിച്ചാണോ? ഒന്നുമില്ലെങ്കിൽ അതിന് ലൈറ്റർ ഒക്കെ ഉണ്ടാവും. ഈ സിഗരറ്റ് ലൈറ്റർ അല്ലേ? ആൾക്കാർ ഈ സിഗരറ്റ് വലിച്ച് എന്നൊക്കെ കവറൊക്കെ കളയണല്ലേ. തീർന്നെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിൽ ഇച്ചിരി ഉണ്ടാവും. ഉണ്ടാവും. അത് പൊട്ടി തെറിച്ചായിരിക്കും. അപ്പം എന്താ ആ സൈഡ് കത്തിക്കഴിഞ്ഞു. അപ്പം അതൊക്കെ ഈ സൈഡും കൂടെ അടിച്ചു കൂട്ടി അവിടെ കത്തിച്ചിട്ടുണ്ട്. നീ അവിടെ മാറിക്ക്. ഇനി അതിൻ്റെ അടുത്ത് മെല്ലെ പൊട്ടി തെറിക്കുന്നുണ്ടെങ്കിൽ അപ്പുറത്തെ പൊട്ടി തെറിച്ചാ. എനിക്ക് വന്ന ലൈറ്ററാന്ന് തോന്നുന്നല്ലേ? ആ തീ കത്തിക്കുമ്പോൾ അതിൻ്റെ മാറി തീ കത്തിക്കുമ്പോൾ അതിൻ്റെ സൈഡിലോട്ട് നിൽക്കല്ലേ. ഭയങ്കര ഡേഞ്ചറാ. എന്തെങ്കിലും അതിൻ്റെ അടുത്ത് കിടന്ന് പൊട്ടി തെറിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ എന്തൊക്കെയോ പൊട്ടുന്നുണ്ട് കേട്ടോ. അത്രയും വലിയ പൊട്ടലല്ലേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ക്ലീനിങ് കഴിഞ്ഞു. അടിച്ചാരി കത്തിക്കലും ഒക്കെ ആയിട്ട്. അതെ ആയുധമൊക്കെ ആയിട്ട് നിൽക്കുവാണ്. ആദ്യമായിട്ട് എനിക്ക് പണിയെടുക്കണം. പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് പണിയെടുക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞ്. അപ്പൊ ശരി, ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.